പമ്പയിലും അല്പസമയത്തിനകം ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. 10:30 ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. പമ്പയിലും നിലയ്ക്കലും ഇടയിൽ മകരജ്യോതി ദർശിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അല്പസമയത്തിനകം തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു ഒരുക്കം തന്നെയാണോ ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഒപ്പം ഈ മകരജ്യോതി ദർശിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെയും എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്? രാവിലെ 10:00 തന്നെ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നതിനുള്ള നിയന്ത്രണങ്ങൾ തുടങ്ങും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. വിവിധ ഭാഗങ്ങളിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഭക്തരെ 10:00 ശേഷം പമ്പയിലേക്ക് എത്തുന്ന ഭക്തരെ തടയുന്ന നടപടികളുമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. കൃത്യം 10:00 തന്നെ പമ്പയിലെത്തുന്ന ഭക്തരെ തടയുന്നതിന് 10:00 ശേഷം പമ്പയിലെത്തുന്ന ഭക്തരെ തടയുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിലയ്ക്കലിൽ ഇതിനോടകം തന്നെ ഭക്തരെ തടയുന്ന നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ പ്രവേശിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ, ഇനി അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ 10:00 തന്നെ ഈ ഭക്തരെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ താരതമ്യേന പമ്പയിൽ തിരക്ക് കുറവായിരുന്നു അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ മണിക്കൂറുകൾ മാറും തോറും 8 മണിക്ക് ശേഷമുള്ള സമയത്ത് പമ്പയിൽ വലിയ രീതിയിലുള്ള മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മല ഇറങ്ങി വരുന്ന ഭക്തരുടെയും വലിയ തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ തമിഴ്നാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിക്കുന്നുണ്ട്. അതും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നതിന് കാരണമായി മാറുന്നുണ്ട്. പമ്പയിലും നിലയ്ക്കലിനും ഇടയിൽ 5 പ്രധാന വ്യൂ പോയിന്റുകളാണുള്ളത്. ഈ വ്യൂ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും പമ്പയിലെ 2 ഭാഗങ്ങളിലാണ് ഈ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സൗകര്യമുള്ളത്, വ്യൂ പോയിന്റ് ഉള്ളത്. അത് ഒന്ന് പമ്പയിൽ പമ്പ ഹിൽ ടോപ്പ് സബ്സ്റ്റേഷന് എതിർവശത്തിലുള്ള പാർക്കിംഗ് മേഖലയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള പമ്പ ത്രിവേണി പെട്രോൾ പമ്പിന് സമീപമുള്ള പാർക്കിംഗ് മേഖലയിലും ഈ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഈ 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഭക്തജനങ്ങൾ വലിയ രീതിയിൽ തടിച്ചുകൂടുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കിയ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ വ്യാപകമായിട്ട് തമ്പടിക്കുന്നത് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഭക്തജനങ്ങൾ. ഒപ്പം തന്നെ അട്ടത്തോട്, പടിഞ്ഞാറെ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യൻമല തുടങ്ങിയ 5 ഭാഗങ്ങളാണ് പ്രധാനമായി പമ്പയ്ക്കും നിലയ്ക്കലിനുമിടയിൽ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് സൗകര്യമുള്ള പ്രദേശങ്ങൾ. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഭക്തജനങ്ങൾ വ്യാപകമായിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ശേഷമുള്ള സമയത്ത് നേരത്തെ തന്നെ ഈ ഭാഗങ്ങളിലെത്തി സ്ഥലം ക്രമീകരിക്കുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ അട്ടത്തോട്, പടിഞ്ഞാറര കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യൻമല തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ അട്ടത്തോട്, പടിഞ്ഞാറ കോളനി ഭാഗത്തൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളടക്കം വ്യാപകമായിട്ട് തടിച്ചുകൂടുന്ന പ്രദേശങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ ഈ പമ്പയിലേക്ക് എത്തുന്ന ഭക്തരെ അവിടെ ബാരിക്കേഡുകൾ വെച്ച് തടയുന്ന ഒരു ക്രമീകരണങ്ങളാണ് ഒരുക്കുക. അതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒഴുക്കാണ്, പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒഴുക്കാനുള്ളത്. ഈ തടഞ്ഞു നിർത്തുന്ന ഈ ഭക്തരെ പിന്നീട് എപ്പോഴായിരിക്കും ഈ സന്നിധാനത്തേക്ക് അടക്കം കടത്തിവിടുക, അല്ലെങ്കിൽ അവരെ ഏത് സമയത്തേക്കായിരിക്കും മറ്റ് മേഖലകളിലേക്ക് അടക്കം കടത്തിവിടുക? ഒപ്പം ഈ ആന്ധ്ര, അന്യസംസ്ഥാനങ്ങളിൽ വന്ന് എത്തിച്ചേർന്ന ഭക്തരൊക്കെ പണ്ടശാലകൾ കെട്ടി അവിടെ ഈ മകരജ്യോതി ദർശിക്കാൻ തമ്പടിച്ചിരിക്കുകയാണ്. അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളടക്കം മറ്റ് വെള്ളം, ഭക്ഷണം അങ്ങനെയുള്ള സൗകര്യങ്ങളടക്കം ഒരുക്കാൻ ദേവസ്വം അധികൃതർക്കും പോലീസുകാർക്കും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ വനമേഖലയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അത് വനമേഖലയിൽ കൂടെ കടന്ന് വൈകിട്ട് മരക്കൂട്ടത്തും ശരംകുത്തിയിലും എത്തും. ആ ഭാഗത്തും വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കുകയാണ് ഭക്തജനങ്ങൾ. രാവിലെ 9 മണിക്ക് തന്നെ നിലയ്ക്കൽ ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തി. 9:30 വരെ നിലയ്ക്കൽ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഭക്തജനങ്ങൾക്ക് ഈ ദർശനം നൽകുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്.
അതിനുശേഷമാണ് അവിടെ നിന്നും റോഡ് മാർഗം അട്ടത്തോട് കോളനി ഭാഗത്തേക്ക് പ്രവേശിച്ചത്. അട്ടത്തോട് കോളനി ഭാഗത്ത് നിന്നും വലിയനാവട്ടം വരെയുള്ള ഭാഗത്ത് കാട്ടിൽ കൂടിയാണ് ഘോഷയാത്ര സഞ്ചരിക്കുന്നത്. ഉച്ചയോടുകൂടി വലിയനാവട്ടത്തെത്തും. പിന്നീട് വലിയനാവട്ടത്ത് സ്വീകരണമുണ്ട്. ചെറിയനാവട്ടം വഴി വൈകിട്ട് മരക്കൂട്ടത്തും ശരംകുത്തിയിലും എത്തിച്ചേരും. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുക്കങ്ങൾ പല ഭാഗങ്ങളിലും അട്ടത്തോട് പടിഞ്ഞാറ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യൻമല തുടങ്ങിയ 5 പ്രധാന വ്യൂ പോയിന്റുകൾ, പമ്പയ്ക്കും നിലയ്ക്കലിനും ഇടയ്ക്കുള്ള 5 പ്രധാന വ്യൂ പോയിന്റുകളിലും ഒപ്പം പമ്പ ഹിൽ ടോപ്പ് പ്രദേശങ്ങളിലും വ്യാപകമായി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഉച്ചയോടടുത്ത സമയത്ത് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഭക്തർ എത്തി സ്ഥലം കൈയടക്കിക്കൊണ്ട് ഈ കൃത്യമായിട്ട് മകരജ്യോതി ദർശിക്കുന്നതിനുള്ള ആഗ്രഹവുമായി എത്തുന്ന ഭക്തർ ഉച്ചയോടുകൂടി തന്നെ ഈ ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് സ്ഥലം ഉറപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരും. അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാന കവാടമടക്കമുള്ള പമ്പയിലെ പ്രധാന കവാടമടക്കമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഈ ഭക്തരെ തടയുന്ന നടപടികൾ 10 വരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലയ്ക്കലിൽ അയ്യപ്പ ഭക്തരെ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളും ഭക്തരെ കടത്തിവിടുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ നിലയ്ക്കലിൽ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 5 മിനിറ്റ് സമയം മാത്രമാണ് പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. 10:00 തന്നെ ഇവിടെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതിന് സംബന്ധിച്ചിട്ടുള്ള ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 10:00 തന്നെ ഭക്തജനങ്ങളെ പമ്പയിൽ 10:00 ശേഷം എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും തടയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇവിടെ പമ്പയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വലിയ വടം ഉൾപ്പെടെയുള്ളവ ഒരുക്കിക്കൊണ്ട് ഇവിടെ ബാരിക്കേഡുകൾ തീർക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാന കവാടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അടയ്ക്കും. പ്രധാന കവാടം 3 പ്രധാന കവാടങ്ങൾ, പമ്പയിലുള്ള 3 പ്രധാന കവാടങ്ങൾ അടക്കമുള്ള ഭാഗങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. നിലവിൽ 10:00 മുതലുള്ള സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ 10:00. എത്ര സമയം വരെ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും, ഇനി എത്ര സമയത്തിനുള്ളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. ഏകദേശം ഇനിയൊരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ ഈ സന്നിധാനം പമ്പ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തുന്ന ഭക്തജനങ്ങളെ തടയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന കവാടത്തിൽ പമ്പ കോവിലിൽ നിന്നും പമ്പയിലേക്ക്, പമ്പ നദീ തീരത്തൂടെ സന്നിധാനത്തേക്ക് കടന്നു പോകുന്ന പ്രധാന കവാടങ്ങളിലടക്കമുള്ള ഭാഗങ്ങളിൽ ബാരിക്കേഡുകളും ഗേറ്റുകൾ അടച്ചുകൊണ്ടും മറ്റു വടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായിട്ട് ഭക്തജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ സന്നിധാനത്ത് നിന്നും ദർശനം കഴിഞ്ഞ് തിരികെ എത്തുന്ന ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. രാവിലെ മുതൽ തന്നെ ക്രമാനുഗതമായിട്ടുള്ള ഒരു തിരക്ക് കുറവ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു തിരക്ക് കുറവ് രാവിലെ 8 മണി വരെയുള്ള സമയങ്ങളിൽ എന്നാൽ 8 മണിക്ക് ശേഷം സാധാരണഗതിയിൽ എന്ന പോലെ തന്നെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പമ്പയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പമ്പയിലെ തിരക്ക് കൂടുന്നതിന് പ്രധാനമായും 2 കാരണങ്ങൾ. ഒന്ന്, ഇവിടെ പമ്പ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടനവധി ഭക്തജനങ്ങൾ തമിഴ്നാടടക്കമുള്ള മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ പമ്പയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മകരജ്യോതി ദർശനം കണ്ട് സായുജ്യമടഞ്ഞതിനു ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ ഈ പമ്പ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങുന്നുണ്ട്. അത് പമ്പയിൽ ഭക്തജന തിരക്ക് കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയിറങ്ങി വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ രാവിലെ കഴിഞ്ഞുള്ള സമയങ്ങളിൽ 8 മണി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ധാരാളമായി മല ഇറങ്ങുന്ന ഭക്തജനങ്ങളുണ്ട്. ഒരുപക്ഷെ സന്നിധാനത്ത് തങ്ങാൻ ഭക്തജനങ്ങളെ അനുവദിക്കാതെ അവിടെ നിന്നും മല ഇറക്കുന്ന ഭക്തജനങ്ങളായിരിക്കാം വ്യാപകമായിട്ട് ധാരാളമായിട്ട് ഈ പമ്പയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടായിരിക്കാം 8 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് പമ്പയിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാരണം. 50,000 ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഇന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തിരക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടാകും. പമ്പയിൽ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ
രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാതിരുന്നത്. പിന്നീട് ഈ മലയിറങ്ങി വരുന്ന ഭക്തരും അതോടൊപ്പം തന്നെ പമ്പയിൽ തങ്ങിയിരിക്കുന്ന ഭക്തരും എത്തിയതാണ് അവരുടെ ഒരു സാന്നിധ്യമാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ പമ്പയിൽ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യം 10:30 തന്നെ ഈ ഭക്തരെ തടഞ്ഞുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇനി എത്ര സമയം വരെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെയാണ് കടത്തിവിടുക, അത് കൂടുതൽ സമയത്തേക്ക് നീണ്ടു പോകുമോ, 11 മണിക്ക് ശേഷമുള്ള സമയങ്ങളിലേക്കൊക്കെ നീണ്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, ആ വ്യക്തത ഉണ്ട്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. അവർക്ക് ഈ പമ്പയിൽ തന്നെ തുടരേണ്ട സാഹചര്യം ഉണ്ടാകും. പകരവിളക്ക് മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടി സന്നിധാനത്തെത്തിയ ഭക്തജനങ്ങൾ മുഴുവൻ സന്നിധാനത്ത് നിന്നും ഇറങ്ങിയതിനു ശേഷം മല ഇറങ്ങിയതിനു ശേഷമുള്ള സമയത്ത് മാത്രമായിരിക്കും ഇനി ഇവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് ശേഷം പമ്പയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് മല കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക. അത് രാത്രി 11 മണിക്കൊക്കെ ശേഷമുള്ള സമയത്തായിരിക്കും. 11 മണി കഴിയുന്ന സമയം വരെയൊക്കെ മിക്കവാറും ഇനി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ഭക്തജനങ്ങളെ തടഞ്ഞതിനു ശേഷം എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇനിയുള്ള മണിക്കൂറുകളോളം ഇവിടെ പമ്പയിൽ തന്നെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എരുമേലി മുതൽ പമ്പ വരെയുള്ള മുഴുവൻ ഭാഗത്തെയും ഭക്തജനങ്ങളെ തടയേണ്ട സാഹചര്യം ഉണ്ടാകും. പമ്പയിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യത്തിൽ എരുമേലിയിൽ നിന്നും നിലയ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിലും ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളിലേക്കൊക്കെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉയർന്നു മുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് മുൻപ് പമ്പയിൽ എത്താൻ കഴിയാത്ത ഭക്തജനങ്ങൾ ഉണ്ടാകും. അവരൊക്കെ ഒരുപക്ഷെ വഴിയിൽ അകപ്പെട്ടു പോകുന്ന മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.